40 വയസ്സിന് ശേഷമുള്ള സ്ത്രീയാണോ? നിങ്ങൾക്ക് അറിയാതെയുള്ള മൂത്രം പോക്കുണ്ടോ? എന്താണ് യൂറിനറി ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ അറിയാതെയുള്ള മൂത്രം പോക്ക്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്കറിയാം, 40 വയസ്സിന് ശേഷം മിക്ക സ്ത്രീകളും അലട്ടുന്ന ഒരു പ്രോബ്ലമാണ് അറിയാതെയുള്ള ഈ മൂത്രപ്പോക്ക്. ഇത് പലപ്പോഴും പലരുടെയും ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. പക്ഷേ ഇത് ആരോട് പറയണം, എങ്ങനെ പറയണം, ആരാണ് ഇതിന് പരിഹാരം തരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. ഇതിന് പരിഹാരമുണ്ട്, തീർച്ചയായിട്ടും പരിഹാരമുണ്ട്. യൂറിനറി ഇൻകോണ്ടിനൻസ് പലതരത്തിലുണ്ട്, 3 തരത്തിലുണ്ട്. ഒന്ന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ഒന്ന് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ്, ഒന്ന് ഏർജ് ഇൻകോണ്ടിനൻസ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ചുമയ്ക്കുക, തുമ്മുക, അമിതമായ എന്തെങ്കിലും ഒരു ബലം പ്രയോഗിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും, അപ്പോൾ അറിയാതെ മൂത്രം പോകുന്നു. ഇതാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്. പല സ്ത്രീകളിലും ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന വജൈനയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലമാണ് ഈ പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പലതരം എക്സസൈസ് ഉണ്ട്. പക്ഷെ പലപ്പോഴും എക്സസൈസുകൾ നമുക്ക് അധികം വരാതിരിക്കുമെങ്കിലും ഓൾറെഡി ഉണ്ടായ ഒരു ഡാമേജ് മാറാനായിട്ട് വളരെ പാടാണ്. ഓവർഫ്ലോ ഇൻകോണ്ടിനൻസും ഏർജ് ഇൻകോണ്ടിനൻസും ഒക്കെ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, അത് പക്ഷെ ഒരു വളരെയധികം ഏജ് ആയതിനു ശേഷം വരുന്നതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് സ്ട്രെസ് ഇൻകോണ്ടിനൻസിനാണ്. സ്ട്രെസ് ഇൻകോണ്ടിനൻസ് തീർച്ചയായിട്ടും നമുക്ക് 100% മാറ്റാവുന്ന പ്രോബ്ലമാണ്. അതിന് മെഡിസിൻസ് ഉണ്ട്. പക്ഷെ മെഡിസിൻസിനെക്കാട്ടിയും എപ്പോഴും നല്ലത് ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. നമുക്ക് അത് രാവിലെ വന്നിട്ട് ഈവൻ നെക്സ്റ്റ് ഡേ തന്നെ മോർണിംഗ് തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജറിയാണ്. പെയിൻലെസ് ആണ്, പാടുകളോ ഒന്നും കാണുകയുമില്ല. ഇത് വളരെയധികം എഫക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക, എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ TOT അതായത് ടേപ്പ് ഇടുന്ന ഒരു സർജറിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് പരിഹാരം കണ്ടെത്തുകയും വളരെയധികം ആ സോഷ്യൽ ലൈഫ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കാനും സാധിക്കുന്നു.